അവസാന അത്താഴമേശയിൽ നാഥൻ തിരുഭോജ്യമായി എൻ പെരുകും പാപത്തിൻ മരക്കുരിശേന്തി തിരുയാഗമായി കരുണാക്കടലേ സ്നേഹമേ നീ എനിക്കാശ്രയം നീറുമി പാപിതൻ മാനസമെന്നും നിൻ സ്വരം കാത്തിരിപ്പൂ അവസാന അത്താഴമേശയിൽ നാഥൻ തിരുഭോജ്യമായി എൻ പെരുകും പാപത്തിൻ മരക്കുരിശേന്തി തിരുയാഗമായി ഭാരം വഹിച്ചിടാൻ കൈകൾ നീട്ടിയവൻ ഭയമകറ്റിടാൻ എൻ ഹൃത്തിൽ നിറഞ്ഞവൻ താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി തിരുമാംസരക്തമായി എനിക്കു നൽകി അവസാന അത്താഴമേശയിൽ നാഥൻ തിരുഭോജ്യമായി എൻ പെരുകും പാപത്തിൻ മരക്കുരിശേന്തി തിരുയാഗമായി കരുണാക്കടലേ സ്നേഹമേ നീ എനിക്കാശ്രയം നീറുമി പാപിതൻ മാനസമെന്നും നിൻ സ്വരം കാത്തിരിപ്പൂ അവസാന അത്താഴമേശയിൽ നാഥൻ തിരുഭോജ്യമായി കണ്ടാലോ ആളറിയുകില്ല ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു കണ്ടാലോ മോഹശോഭയില്ല ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു കണ്ടാലോ ആളറിയുകില്ല ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു കണ്ടാലോ മുഖശോഭയില്ല ചോര
കൃപയാൽ നിറഞ്ഞൊഴുകിയിടുന്നു മകനേ മകനേ നീ മാന്യനായിടുവാൻ മകളേ മകളേ നീ മാന്യയായിടുവാൻ. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശ്വരശിയായി ഞങ്ങളങ്ങേക്ക് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈശ്വരശിനാൽ ലോകത്തെ വിമർശിച്ചു. ഭക്തയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു മകളേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക മകളേ നീ നോക്കുക മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ ചുടുചോര തുള്ളിയായി വീഴും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ കർത്താവേ, ദൈവമായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. മഹത്വപൂർണമായ തൃത്വത്തെ ഞങ്ങൾ എല്ലാ സമയവും സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ കുറിച്ച പീഡകൾ ഭക്തിപൂർവ്വം ഞങ്ങൾ അനുസ്മരിക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ മിശിഹ നേടിയ വിജയത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണമേ.
അവിടുത്തെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഫലങ്ങൾ പ്രാപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ സ്നേഹവാനിലൂടെ നൽകുന്ന രക്ഷ സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും. വിജ്ഞാപനം. പ്രിയ സഹോദരനെ, ആദിമസഭയിൽ വലിയ ശനിയാഴ്ച മാമോദീസ നൽകുന്ന പതിവുണ്ടായിരുന്നു. ഈ പതിവ് ചില സ്ഥലങ്ങളിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. മാമോദീസയിലൂടെ നാം മിശിഹായോടൊപ്പം മരിച്ച് സംസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന പൗലോസ്ലീഹായുടെ വാക്കുകൾ ഓർമ്മിക്കുക. അതുപോലെ പാപത്തോട് മരിച്ച് മിശിഹായോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ് മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ യാഥാർത്ഥ്യം അനുസ്മരിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ ദിനം ഇന്നാണല്ലോ. തുടർന്ന് വരുന്ന തിരുക്കർമ്മങ്ങൾ മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെള്ളം വെഞ്ചരിച്ച് നമ്മുടെ മേൽ തളിച്ചുകൊണ്ട് മാമോദീസ ജലത്തിലൂടെ നമുക്ക് പുതുജന്മം ലഭിച്ചതിനെ നാം ഓർക്കുന്നു. ദീപം കൊളുത്തി ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അനുസ്മരിപ്പിക്കുന്ന നാം ഈ ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. മാമോദീസയുടെ അവസരത്തിൽ നാം എടുത്ത വ്രതങ്ങൾ നമുക്ക് നവീകരിക്കാം. സഭയുടെ വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മിശിഹായിൽ നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കെടുത്ത് ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മാമോദീസയുടെ ആദ്യ രൂപമായ യോർദാനിൽ വെച്ച്
ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ അവിടുത്തെ മേൽ ഇറങ്ങി വസിച്ചവനും ഞങ്ങളുടെ പഴയ പ്രകൃതിയെ നവീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ആവസിച്ചതിനെ വിശുദ്ധീകരിക്കട്ടെ. ആത്മാവിനെ ശരീരത്തെ പുറത്തിരിക്കാനും ജീവൻ നവീകരിക്കാനുള്ള ശക്തി ഈ ജലത്തിന് പ്രദാനം ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ മാമോദീസ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും മക്കളുടെ സ്ഥാനത്തേക്ക് ഞങ്ങളെ ഉയർത്തുകയും ചെയ്തതേമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസഭംഗരം പാലിക്കാനും നിത്യസൗഭാഗ്യതനർഹരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗ്രഹിക്കുന്ന കാലത്ത് നടക്കില്ല എന്നനുസൃത വിശേഷ അന്ധകാരം നീക്കി നമ്മെ പ്രകാശിപ്പിക്കട്ടെ. മാമോദീസായും തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയും സ്വീകരിക്കുന്നവർ മറ്റുള്ളവരോട് ക്ഷമായാചനം ചെയ്ത് ക്രിസ്തീയ സ്നേഹം സുദൃഢമാക്കാൻ ശ്രമിച്ചിരുന്നു. അവരെ അനുകരിച്ച് നമുക്കും ഈ അവസരത്തിൽ പരസ്പരം ക്ഷമിച്ച് യഥാർത്ഥ ക്രിസ്ത്യാനികളാകാൻ പരിശ്രമിക്കാം. കാർമികൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. സ്നേഹത്തിന്റെ പ്രമാണമായി ലോകത്തേക്കുള്ള കർത്താവേ, സ്നേഹിച്ചുകൊണ്ട് ശിഷ്യ ജീവിക്കാൻ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. അവരോട് ഞങ്ങൾ യോജിക്കുന്നു. നമ്മളെല്ലാം വീട്ടിക്കൊള്ളാമെന്ന് കഴിയുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. Hallelujah.
ചെയ്തു. ഉയർത്തെഴുന്നേറ്റു നാഥനുയർത്തെഴുന്നേറ്റു വിജയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. കുരിശിലേറിയവൻ മൃതനായി കബറടങ്ങിയവൻ, കുരിശിലേറിയവൻ മൃതനായി കബറടങ്ങിയവൻ, കതിരിനുടയവനായി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ദീപം കൊളുത്തി നാഥ തേടി വരുന്നു ഞങ്ങൾ, നിൻ ദിവ്യ സന്നിധാനം തേടി വരുന്നു ഞങ്ങൾ. ദീപം കൊളുത്തി നാഥ തേടി വരുന്നു ഞങ്ങൾ, നിൻ ദിവ്യ സന്നിധാനം തേടി വരുന്നു ഞങ്ങൾ. ഭൂവിൻ പ്രഭുക്കളെല്ലാം നിന്നെ വണങ്ങിടുന്നു, പാരിൻ പ്രതാപമെല്ലാം നിൻ മുൻപിൽ മങ്ങിടുന്നു. ദീപം കൊളുത്തി നാഥ തേടി വരുന്നു ഞങ്ങൾ, നിൻ ദിവ്യ സന്നിധാനം തേടി വരുന്നു ഞങ്ങൾ. ദീപം കൊളുത്തി നാഥ തേടി വരുന്നു ഞങ്ങൾ, നിൻ ദിവ്യ സന്നിധാനം തേടി വരുന്നു ഞങ്ങൾ. മരണം തളർന്നു താണു, നരകം തകർന്നു വീണു, വിജയം പതഞ്ഞുയർന്നു, വിയതാലയം തെളിഞ്ഞു. ദീപം കൊളുത്തി നാഥ തേടി വരുന്നു ഞങ്ങൾ, നിൻ ദിവ്യ സന്നിധാനം